and welcome to Food to See You. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫ്ലോറ ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് നെടുമ്പാശ്ശേരിയിൽ. ആൻഡ് ആസ് യു ഓൾ നോ, നമ്മളിപ്പം ഇവിടെ ഷെഫ് റോയ് ആയിട്ടാണ് നമ്മൾ ഓരോ വീട്ടിലേക്ക് പോകുന്നത്. സോ ഹീസ് റൈറ്റ് ദെയർ വെയിറ്റിംഗ് ഫോർ അസ്. സോ ഹലോ. എന്നാ ഉണ്ട് വിശേഷം? സുഖം. നല്ല മഴയാണ് ആക്ച്വലി അല്ലേ? നല്ല മഴയായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അന്നേരം വിചാരിച്ച എന്താണ് ഈ മഴയെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ള ഷെഫ്? ശരിക്കും ഇപ്പം മഴ കുറവാണ്. വിത്ത് റിലേറ്റഡ് ടു ഫുഡ്, നമ്മുടെ കർക്കിടകം തീരാൻ പോകുന്നത് വളരെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം കർക്കിടകത്തിലാണ്. കർക്കിടകത്തിൽ മഴ കൂടുതലും കർക്കിടകത്തിലാണ്. നമ്മുടെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ഇതുകൾ ചൂടിൽ നിന്ന് ഒരു വലിയ മഴയുടെ ആ തണുപ്പിലേക്ക് വരുന്നതുകൊണ്ടാണ് ശരീരത്തിനോട് ഇളപ്പെടുന്ന ഒരു സംഭവം വരുന്നത്. ആ സമയത്ത് ഈ എരിവും പുളിയും അധികം ഉപയോഗിക്കാണ്ട് വരുന്നതാണ് മഴ സമയത്ത് ഈ കർക്കിടകത്തിലേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ കർക്കിടകത്തിൻ്റെ കഞ്ഞി, കർക്കിടകത്തിലെ മരുന്നിനെ പറ്റിയൊക്കെ പറയുന്നത്. ഷെഫ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ കുറെ ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഷെഫ് ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന വീട് നിർമ്മല ആൻറ്റിയുടെ വീട്ടിലാണ് പോകുന്നത്. പുള്ളിക്കാരത്ത് സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല, നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാം. ഷീ സ്റ്റേ ഇൻ എം ജി റോഡിന് അടുത്തായിട്ട് അവിടെ താമസിക്കും. നമുക്ക് അവിടെ പോയി നോക്കാം ബാക്കിയുള്ള കാര്യം. ഓക്കെ, സോ കിറ്റ് എടുത്തോ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഹലോ, ഞാൻ ആൻ. ഇന്നലെ നമ്മൾ സംസാരിച്ചില്ല. ഇത് ഷെഫ് റോയ്. അപ്പം ഷെഫിൻ്റെ അടുത്ത് ഞാൻ മാമിനെ കുറിച്ച് ഒരു ടൈലറിങ് യൂണിറ്റ് നടത്താന്നാണ് പറഞ്ഞേക്കുന്നത്. മാം തന്നെ പറഞ്ഞു എന്തൊക്കെയാ ചെയ്യുന്നത്. ഞാൻ നിർമ്മൽ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് നടത്തുന്ന ആളാണ്. പിന്നെ 22 വർഷമായിട്ട് നടക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. ടൈലറിംഗ് പഠിച്ചാണോ അതോ? ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ്. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് വന്നത്. ഓക്കെ, വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അത് പഠിച്ച് എറണാകുളത്ത് താമസമായപ്പോൾ പഠിച്ചു തുടങ്ങിയത്. ലേഡീസിന് മാത്രം ചെയ്യുന്നുള്ളൂ? ലേഡീസിന്റെ എല്ലാം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഷോപ്സുമായിട്ട് എന്തെങ്കിലും? കല്യാൺ സിൽക്ക് മിലൻ. കല്യാൺ സിൽക്ക് മിലൻ എല്ലാ ഷോപ്പുമായിട്ടും, എല്ലാ വലിയ ഷോപ്പുകളുമായിട്ടും ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. 10-20 പേരുണ്ട്. അതെങ്ങനെ റെഡി ടു സ്റ്റിച്ച്? അങ്ങനത്തെ റെഡി ടു സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അവർ ഓർഡർ തരും. ഓർഡർ തരും. ഓക്കെ, ഓർഡർ തരുന്നതനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു. ഈ സ്റ്റിച്ചിങ് ഷോപ്പിന്റെ പേരെന്താണ് മാഡത്തിന്റെ? നിർമ്മൽ. വീട്ടുപേര് നിർമ്മല എന്നല്ലോ, പിള്ളേരുടെ പേരും എല്ലാം നിർമ്മല അല്ല? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയതായത്. സാറ് ഞാൻ കേന്ദ്ര ഗവൺമെന്റ് നാളികേരം ബോർഡിലായിരുന്നു. ഇത് കല്യാൺ സിൽക്ക് തുടങ്ങിയപ്പോൾ മുതൽ ആദ്യം മുതലേ. പിന്നെ വീട്ടിലെ പിള്ളേരൊക്കെ? വീട്ടിൽ എനിക്ക് 2 ആൺമക്കളാ. മൂത്താള് കിഷോർ, രണ്ടാമത്തെ ആള് കിരൺ, മൂത്താളിന്റെ ഭാര്യ വിനീത, പിന്നെ മകൾ ദേവിക, പ്രണവ്. ഓക്കെ, ദുബായി തന്നെ. ഇവിടെ LGF വർക്ക് ബാങ്കിലെ മാനേജറാണ്. പിന്നെ ഈ പുറത്ത് ഭക്ഷണത്തിന്റെ ഒരു ഹാബിറ്റ് ഒക്കെ എങ്ങനെയാണ്? വെളിയിൽ പോവാറുണ്ടോ? പോവാറുണ്ട്. വീട്ടിൽ തന്നെ ഉള്ള കുക്കിംഗ് ആണ്? ആരാ കുക്ക് ചെയ്യുന്നത്? ഹെൽപ്പ് അതാ ഞാൻ ചോദിച്ചത്, ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്ന്. എന്നാണ്, ഇറച്ചിയാണോ മീനാണോ എന്തൊക്കെയാണ് കൂടുതലായിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടം? അത് വെജിറ്റേറിയൻസ് ആണോ? എനിക്ക് ഇറച്ചി മീനൊക്കെ ഇഷ്ടം. ഇറച്ചി മീനൊക്കെയാണ് ഇഷ്ടം. ഓക്കെ, പച്ചക്കറിയാണ് ഇഷ്ടം. മീൻ കഴിക്കും. പൊതുവെ നാടൻ ഭക്ഷണം. പുറത്ത് പോകുമ്പോ ഏതൊക്കെയാണ് നാടൻ കഴിക്കാൻ വേണ്ടിയാണോ പുറത്ത് പോകുന്നത്, അല്ലെങ്കിൽ വല്ല ചൈനീസ്? നോൺ വെജ് അല്ല, ഞാൻ ചോദിക്കണേ നമ്മുടെ ഇറ്റാലിയൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, തായ് ഉണ്ട്, അങ്ങനെ ചൈനീസ് ഒക്കെ കഴിക്കുമല്ലേ? ഓക്കെ, തന്തൂരി. ഞങ്ങള് ഈ ഫ്രിഡ്ജ് നോക്കട്ടെ, ഇവിടെ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. അപ്പൊ ഞങ്ങള് ആ കിച്ചണിൽ കാണിച്ചത് സ്മോൾ കിച്ചണിൽ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്തൊക്കെയാണുള്ളത്. ചമ്മന്തി എനിക്ക് മാവുണ്ടായിരുന്നു, ദോശ ഉണ്ടാക്കാം. ചമ്മന്തി ഇവിടെ ഉണ്ടല്ലോ. ഷെഫ് രാവിലെ കഴിച്ചായിരുന്നില്ല? നമുക്ക് ദോശയും ചമ്മന്തി.
ഫിഷ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ആ മീനുണ്ട്, ചിക്കനുണ്ട് ചിക്കനുണ്ട്. ഉണ്ട്, നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ആ നൂഡിൽ കണ്ടുപിടിച്ചില്ലേ എവിടെ ഇരിക്കുന്നത് കണ്ട. അപ്പം നമുക്ക് എൻ്റെ ഫിഷ് കണ്ണെപ്പോഴും ചൈനീസ് കണ്ട ചൈനീസ് ഇഷ്ടമാണ്. അപ്പം നമുക്കൊന്ന് ചൈനീസ് ഉണ്ടാക്കണം. നമുക്ക് തുടങ്ങാൻ ഉണ്ട്. മാഡം ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പുറത്ത് പോയി കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ. എല്ലാ പരീക്ഷണങ്ങൾക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പിള്ളേരൊക്കെ ചൈനീസ് ട്രൈ ചെയ്തിട്ടുണ്ടോ വീട്ടിൽ? വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ട്രൈ ചെയ്യാം ചൈനീസ്. ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ നോക്കിയോ, എല്ലാം കാണാം. കൂടുതൽ സമയം നമുക്ക് ഈ ഷോപ്പ് ആയതുകൊണ്ട് സമയമില്ല. അധികം പാചകം ചെയ്യാൻ സമയം കിട്ടത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫിലിമിലെല്ലാം ആക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഫിലിമിന്റെ മുഖത്ത് ഭയങ്കര ഭയങ്കര സന്തോഷത്തോടെ ഇപ്പോൾ സംസാരിക്കുന്നില്ലേ. ദൈവമേ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഐ മീൻ ഫിലിം ആയിട്ട് റിലേറ്റഡ് എന്തെങ്കിലും കാണാം? അതൊക്കെ ഉണ്ട്. പറ പോരട്ടെ. അതൊന്ന് പറയാൻ വേണം. അത് പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ എന്റെ അമ്മാവനാ. ഓ, അത് വലിയൊരു സംഭവമല്ലേ. അങ്ങനെ ബന്ധമുണ്ട്. അപ്പൊ ഫിലിമുമായിട്ട് യാതൊന്നും പോയിട്ടില്ല, ഫിലിമോ നാടകമോ ഒന്നും? ഇല്ല, ഒന്നിലും പോയിട്ടില്ല. ഇത്രയും ക്ലോസ് റിലേഷൻ ഉണ്ടായിട്ട് ഒരു ഞങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാ. നിങ്ങളെ കുറിച്ചൊക്കെ പറയാം, തീർച്ചയായിട്ടും പറയാം. പിന്നെ എന്റെ ഈ ബിസിനസ്സിന് അമ്മാവൻ ഏറ്റവും സന്തോഷമുള്ള ആളാ. ഞാൻ ഈ ഇത് ടൈലറിംഗ് യൂണിറ്റ് നടത്തുന്നതില് ഏറ്റവും സന്തോഷം അമ്മാവനാ. നമ്മള് ലേഡീസ് ഇവിടെ വരാറുണ്ടോ? പിന്നെ വരുമ്പോഴെല്ലാം ഇവിടെ വരും. വരുമ്പോഴെല്ലാം വരും. എപ്പോഴും നമ്മുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയും. പിന്നെ എപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും എങ്ങനെയുണ്ട് ബിസിനസ് എന്ന്. അപ്പൊ നല്ലതായിട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം അമ്മാവന്. മാഡത്തിന്റെ മക്കൾ ആരെങ്കിലും സിനിമ ലൈനിലേക്ക്? ഇല്ല ഇല്ല. രണ്ടുപേരും ബിസിയാണ്. പിന്നെ എന്റെ അമ്മ അടൂര് ഉണ്ട്, സഹോദരി കുഞ്ഞമ്മ. ഗോപാലകൃഷ്ണന്റെ നേരെ ചേച്ചിയാണ്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് തുടങ്ങാം. ശരി. അപ്പൊ ഇന്ന് ഞങ്ങള് ഈ കിച്ചൺ ഏറ്റെടുത്തു. മാം പോയി ഇങ്ങോട്ട് കയറണ്ട, റെസ്റ്റ് എടുത്തു. കാണണമെങ്കിൽ നോക്കാം. അത് ഓൾവേസ് വെൽക്കം. ഓക്കെ, വളരെ സന്തോഷം കേട്ടോ ഇങ്ങനൊരു ഇത്. ഞങ്ങൾക്ക് സന്തോഷം. അതുമല്ല, ഇത്രയും വലിയ ഒരു എന്താണ് സിനിമാ ലോകത്തെ ഒരു വലിയ ഞങ്ങൾക്കൊരു പ്രിവിലേജ് അത്. പിന്നെ എറണാകുളത്തെ ഫേമസ് ഗാർമെന്റ്സ് നടത്തുന്ന സ്റ്റിച്ചിങ്